Assalamualaikum warahmatullahi wabarakatuh. Welcome back to our channel. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള നോമ്പ് തുറക്കാനുള്ള ഡ്രിങ്കും പിന്നെ ഒരു ഡെസേർട്ടും ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള സംഭവം പാല് വേണം. അവിടുന്ന് സംസാരിക്കാൻ വിടൂല. നമുക്ക് ബാക്കി പണി ചെയ്തിട്ട് ബാക്കിയെല്ലാം കാണിച്ചു തരാം കേട്ടോ. അതുകൊണ്ട് മേലെ ഫുള്ള് മുടിയാണ്. അതാണ് അവള് പറയുന്നത്. എവിടെ കിട്ടി ഇത്രയും മുടി? അമ്മീന്റെ മുടിയാണ്. ഇപ്പൊ അറിയിക്കോ അമ്മി പോയി പണി ചെയ്യട്ടെ. ഇച്ചിരി തുറന്നോ. ഞാൻ ഫസ്റ്റ് തന്നെ മുട്ട പുഴുങ്ങാനുണ്ടാന്ന് വിചാരിക്കണു. അപ്പൊ ബാക്കിയുള്ള പണികളൊക്കെ വേണം നമുക്ക് സ്പീഡായിട്ട് ചെയ്യാനും. നമ്മൾ ഈ പീരിയഡ്സ് ഒക്കെ ആവുന്ന സമയത്ത് ഇപ്പോഴും പാഡ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പാഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാർ എന്നെ പോലെ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് നല്ലൊരു പാഡ് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇപ്പോൾ നമ്മൾ പാഡ് യൂസ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്നത് ഈ റാഷസ് ഒക്കെ ഉണ്ടാവും. ഈ തൊടലിൻ്റെ അടിയിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് കാര്യങ്ങൾ, പിന്നെ ടാൻ അടിക്കൽ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ പറ്റിയ നല്ലൊരു പാഡാണ് എവേർട്ടീൻ്റെ ഈ ഡിസൈറബിൾ ഓൾവേസ് എന്ന് പറയുന്നത്. ഇത് വന്നിട്ട് 8 ലെയർ ഉണ്ട് കേട്ടോ ഈ ഒരു സംഭവത്തിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഓഡോ സ്മെല്ല് കാര്യങ്ങൾ ഉണ്ടാവില്ല. പിന്നെ അതുപോലെ റാഷസ് ഇല്ലാതിരിക്കാനും വന്നിട്ട് ടോപ്പ് ലെയർ നല്ല കോട്ടണിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഡബിൾ ഫ്ലാപ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിതിങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് നീങ്ങി പോയിട്ട് ലീക്ക് ആവും എന്നുള്ള പേടിയുമില്ല. നമുക്ക് ഹെവി ഫ്ലോ ഒക്കെ ഉള്ള ദിവസങ്ങൾ ആദ്യത്തെ 1, 2, 3 ഡേയ്സിലൊക്കെ നമുക്ക് ധൈര്യത്തിൽ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനത്തെ പാഡാണ് ഇത്. പിന്നെന്താണ്, ഫാസ്റ്റർ അബ്സോർപ്ഷനാണ് മെയിനായിട്ട് പറയുന്ന ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ ഇതിൽ വന്നിട്ട് ആൻറ്റി റാഷസ് പ്രോപ്പർട്ടീസ് ഉണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ടാൻ അടിക്കുന്ന സംഭവങ്ങളും ഇല്ല. നീമിൻ്റെയും സാഫ്ലോറിൻ്റെയും എൻറിച്ചഡ് ആണ്. അതുകൊണ്ട് ഈ സ്മെല്ല് കാര്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ, റാഷ് ഉണ്ടാവില്ല. ഇതെങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങാനുള്ള ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ചെക്ക് ചെയ്ത് നോക്കണം. ആമസോണും ഫ്ലിപ്കാർട്ടിലും എല്ലാം തന്നെ അവൈലബിൾ ആണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ പണികൾ വെച്ച് രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് കളിക്കുകയാണ് കേട്ടോ. ചുച്ചുകുട്ടിയും നമ്മുടെ ചുച്ചുകുട്ടിയും നല്ല രസമുണ്ടല്ലേ ക്ലിപ്പ് കാണാൻ. ചേച്ചിൻ്റെ മോൻ കാണുന്നത് വെയിലടിച്ചോണ്ടിരിക്കാൻ. ചുച്ചോ ബേബിനെ കളിപ്പിക്കാണ്. ശരി, കളിപ്പിച്ചോ. അപ്പൊ നമുക്ക് ഇന്ന് നിർബന്ധമായിട്ടും വേണ്ട ഒരു സംഭവം ആവറോട്ട് പൗഡറാണ് കേട്ടോ. ഞാനിത് മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ് വാങ്ങുക. ഇതിൽ നമ്മൾ സ്ത്രീകൾക്ക് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ്, അതായത് വൈറ്റ് ഡിസ്ചാർജ് പിന്നെ അതുപോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചൂട് കാലത്തിൽ എന്തായാലും നിർബന്ധമായിട്ട് നോമ്പും കൂടെ ആകുമ്പോൾ നമ്മുടെ ബോഡി നന്നായിട്ട് ഹീറ്റ് ആവും. അപ്പോൾ ഒരുപാട് ഈ പ്രോബ്ലംസ് ഉള്ളവർക്കൊക്കെ അതൊന്നും കൂടി ട്രിഗർ ചെയ്ത് വിടും. അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഡെയിലി പറ്റുവാണെങ്കിൽ അത്താഴത്തിന് കഴിക്കുമ്പോൾ എന്തെങ്കിലും ഇതിൽ ഫുഡ് ഉണ്ടാക്കി കഴിക്കുക അല്ലെങ്കിൽ ഡ്രിങ്ക് ഉണ്ടാക്കി കുടിക്കുക. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആവറോട്ട് പൗഡറാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ബോഡീനെ തണുപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. സ്ത്രീ സംബന്ധമായിട്ടുള്ള പല അസുഖങ്ങൾക്കും നല്ലൊരു പ്രതിവിധിയാണ് കേട്ടോ. അപ്പം ഇതുകൊണ്ട് നമുക്കിപ്പോൾ തൽക്കാലം ഷേക്ക് പോലെ അല്ലെങ്കിൽ ജ്യൂസ് ഒക്കെ അടിക്കാം. പിന്നെ അതുപോലെ കുട്ടികൾക്ക് കുറുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാം. ഈ ഒരു ചൂടുകാലത്ത് നിർബന്ധമായിട്ടും ഒരു ദിവസം ഒരു നേരമെങ്കിലും എന്തെങ്കിലും ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അത് ഞാൻ ഒരു 2 ടീസ്പൂണോളം ആവറോട്ട് പൗഡർ എടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമുക്ക് പാല് വേണം. ഈ പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ലംസ് ഒട്ടും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിപ്പോ ഇതിന് മാത്രമല്ല, നമുക്കിപ്പോ കോൺഫ്ലോർ യൂസ് ചെയ്തിട്ട് നമ്മൾ സൂപ്പ് ഉണ്ടാക്കുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യില്ലേ, അതിന് പകരം ഇതിൽ നമുക്ക് സൂപ്പ് ഉണ്ടാക്കാനും പറ്റും. ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഇതിന്റെ കൂടെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് വേവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി സൂപ്പ് കിട്ടും. എങ്ങനെയെങ്കിലുമൊക്കെ ശരീരത്തിലേക്ക് ഇത് അകത്ത് പോയി കഴിഞ്ഞാൽ അത്രയും തണുപ്പായിരിക്കും കേട്ടോ. നമുക്ക് ഇഷ്ടമില്ലായിക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല, നല്ല സംഭവമാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സംഭവം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ബാക്കിയുള്ള പാല് മൊത്തത്തിൽ ഒഴിച്ചിട്ട് ഇതാക്കി എടുക്കുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിലും
ആക്കിയെടുക്കാം. പാല് തന്നെ വേണമെന്നില്ല, പാലാകുമ്പോൾ കുറച്ചും കൂടി നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പാല് ബാക്കി മൊത്തത്തിലുള്ള പാല്, അതായത് 1/2 ലിറ്റർ പാല് ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. പെട്ടെന്ന് കട്ടിയായിട്ട് വരും. കൈ വിടാതെ ഇളക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അത് ഒരുമാതിരി അപ്പൊ നമ്മുടെ ഹയാന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മള് പഫ്സ് ഉണ്ടാക്കുന്നുണ്ട്. അതിനുള്ള സവാളയാണ് ഹയാൻ കട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ അതിന്റെ ഇടയിൽ കൂടെ നമ്മുടെ ഡ്രിങ്ക് ഇതുപോലെ ഈ ഒരു പരുവത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ ഒരുപാട് തിക്കൊന്നും ആക്കണില്ല, ഇതുപോലെയാണ് കേട്ടോ നമ്മൾ ആക്കിയെടുക്കുന്നത്. ഇനിയിപ്പോ ഇതിന് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്യണം. ഞാൻ പിസ്ത ഫ്ലേവറിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇതേ പിസ്താഷ്യോസ് കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചിയാ സീഡ് വേണം, അതും വെച്ചിട്ടുണ്ട്. അടുത്തത് ഡേറ്റ്സ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അമ്മ എങ്ങനെയാണ് ഈ കാലിലേക്ക് എങ്ങനെയാണ് എന്താ വേണ്ടത്? ഡേറ്റ്സ് വേണോ? രണ്ടുപേരും ഡേറ്റ്സ് കഴിച്ച് ഇവിടെ സന്തോഷമായിട്ടിരിക്കും. പിടിക്കും എന്നാ പിസ്ത ചോദിച്ചിട്ട് വന്നിക്കാണ് കളിപ്പണ്ണ്. പിസ്ത അമ്മ എങ്ങനെ അവിടെ ഇതും തോല് കളഞ്ഞ് തന്നാ മതി. അപ്പൊ നമ്മുടെ ഡേറ്റ്സ് ഒക്കെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. കത്തി പോട്ടെ. ഡ്രിങ്കിന് ആവശ്യമുള്ള സംഭവം ഞാൻ ഇതിലേക്ക് റെഡിയാക്കി വെച്ചിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതേ കണ്ടില്ലേ ഡേറ്റ്സ് ഇല്ലേ, ഞാൻ ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോൾസ് പോലെ ആക്കി ജസ്റ്റ് എന്നെ കൂടെ പറ്റുന്ന പോലെ ആക്കി വെച്ച്. ഇനിയിപ്പോ ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഡേറ്റ്സിന്റെ ബോൾസ് എല്ലാം തന്നെ ഇതിലേക്ക്. എന്താണ് എമ്മക്ക്? ഞാൻ മാറിയിട്ട് നീ പണി ചെയ്യോ? നോക്ക് എന്നെ തല്ലി വിടാണ്. എന്താ വേണ്ട എന്റെ കുട്ടിക്ക്? എന്റെ കുട്ടിക്ക് 5 വേണ്ടിട്ട് 5 ഇത് വേണോ? ആ പഞ്ചസാര ഇട്ടില്ല. ബൈ. ഡേറ്റ്സ് എല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ അടുത്തത് നമ്മുടെ ചിയാ സീഡ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതും ശരീരത്തിന് നല്ല തണുപ്പാണ്, പിന്നെ അതുപോലെ ഡയറ്റ് ഇരിക്കുന്നവർക്കൊക്കെ നല്ലതാണ് കേട്ടോ. അടുത്ത് നമ്മള് പിസ്ത ഫ്ലേവറിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് കുറച്ച് പിസ്തയുടെ ഒരു ഫ്ലേവർ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ ലൂസ് ആക്കുകയാണെങ്കിൽ നല്ല ഡ്രിങ്ക് ആയിട്ട് കുടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിംഗ് ആയിട്ടും കഴിക്കാനായിട്ട് പറ്റും. ഇനി നമ്മുടെ ഉള്ള പിസ്താഷ്യോ വെച്ചിട്ട് ഇതിനെ നമുക്കൊന്ന് സുന്ദരിയാക്കാം. ഡ്രിങ്ക് എന്ന് പറഞ്ഞ് ഞാൻ പുഡിങ്ങിലേക്ക് ചാടി. എനിക്ക് അപ്പളെ തോന്നി അമ്മ ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ. പാത്രം എങ്ങനെയാണോ അതിനനുസരിച്ച് ഗ്ലാസ്സിൽ ഒഴിച്ചത് ഡ്രിങ്ക് ആയി. ഇനിയിപ്പോ ഇത് നമുക്ക് നേരെ ഫ്രിഡ്ജിലേക്ക് ഒന്ന് സെറ്റ് ആവാനും വേണ്ടിട്ട് വെക്കുന്നുണ്ട് കേട്ടാ. നമുക്ക് ഇടയിൽ കൂടെ എന്താ പറയാ ഡെസേർട്ട് ഉണ്ടാക്കുന്നതിന് മുമ്പ് എന്താണ് രണ്ടാമത് പഫ്സ് ഉണ്ടാക്കാനുള്ള ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കി എടുക്കണ്ടേ. ഈ കത്തി കണ്ടപ്പോ പേടിയാണ്. അന്ന് മുറിഞ്ഞത് എത്ര ദിവസം വേദന ഉണ്ടായിരുന്നു, നീരും ഒക്കെ. പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് മസാല നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഉള്ളി വഴന്നു വരുമ്പോഴേക്കും നമുക്ക് ഈ മുട്ടൊക്കെ ഒന്ന് ഇതാക്കി എടുക്കാം കേട്ടോ. തോല് നോക്കി സാമർത്ഥ്യ കൈ വെച്ചാൽ തമാശ ആനിയെ സ്പൂൺ കൊടുക്കട്ടെ, അണ്ണാക്ക് സ്പൂൺ കൊടുക്കട്ടെ. കുട്ടിക്ക് മുട്ട വേണം, മുട്ട വേണം, മുട്ട കേട്ടോ. ബക്കം മുട്ട തൊലിച്ചിട്ട് ഒരു കുഞ്ഞു മുട്ട നമ്മളെ വേവിക്ക് കൊടുക്കട്ടോ. ആടാ നോക്കി കിട്ടിയ ചാൻസിൽ അവിടെ പഞ്ച് ചെയ്ത് തരാൻ വേണ്ടി നിൽക്കാണ്. തളിച്ചാ നീ കൈ ആര് കഴുകി തരും? ഹലോ ആ തളിച്ചാ ചളിയാക്കി
മുതലാളിയാ ഞാൻ വേറെ നല്ല തുണി തരാട്ടോ തുടക്കാൻ. ആ തുണി വേണ്ട സ്വത്തേ. പുതിയ തുണി തരാം. നമുക്ക് ഇച്ചിരി വേവിക്ക് മുട്ട കൊടുക്കാം. മറ്റേ മസാല വേണം നമ്മള്. ഇത് നമ്മള് 2 ദിവസം മുമ്പ് ഉണ്ടാക്കി വെച്ച നമ്മുടെ നിഹാരി മസാല അല്ല അതാണ് ഇട്ട് കൊടുക്കുന്നത്. അതാകുമ്പോ പിന്നെ സ്പെഷ്യലായിട്ട് വേറെ ഒന്നും തപ്പിക്കൊണ്ടല്ലോ നമുക്ക്. ഇതിലെല്ലാം ഉണ്ട്. തക്കാളി എന്താ തക്കാളി അലർജിന്? ആ തക്കാളി തിന്നൂല. തക്കാളി ഇട്ടില്ലെങ്കിൽ ആ ടേസ്റ്റ് കിട്ടൂല സാധനങ്ങൾക്ക്. അപ്പോഴോ ഇഷ്ടല്ല. ഇന്ന് ചുച്ചുക്ക് ഇത് കൊടുക്കണ്ട കേട്ടാ. പപ്സ് കൊടുക്കണ്ട. പപ്സ് ചുച്ചു തിന്നൂല അത്ര. അതിന് തക്കാളി ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? നിനക്കല്ല ഇഷ്ടമില്ലാത്തത്. എനിക്കിഷ്ടാണ്, ഞാൻ തിന്നും. ഞങ്ങൾക്കൊക്കെ തക്കാളി ഇഷ്ടമാണ്, നിനക്കാണ് ഇഷ്ടമില്ലാത്ത. അപ്പൊ നീ തിന്നണ്ട. തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മസാലിന്റെ ഇത്രേ ഉള്ളൂ. പിന്നെ ആ ഒരു എഗ് യോക്ക് ഉണ്ട്, അതും കൂടി ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണം. എനിക്കറിയാലോ. ഞാന് കുറച്ച് ഇറച്ചി ഇടാന്ന് വിചാരിച്ചിട്ട് ഇതില്. അപ്പൊ ഹയാന് അതിങ്ങനെ എടുക്കാൻ നോക്കിയപ്പോ കിട്ടില്ല. അപ്പൊ ഹയാൻ പറയണ കയ്യിട്ട് ഉളപ്പിട്. ഞാൻ പറയാം ഞാനിങ്ങനെ ഉളപ്പെല്ലാം ഉണ്ടാകും. ഇതൊക്കെ ഇത്രയും ടേസ്റ്റ് ആയിട്ടുള്ളത് ഇടയ്ക്ക് പാടും. ഞാൻ പറയാം ചിലപ്പോ ഉളപ്പലും ചിലപ്പോ തുപ്പലൊക്കെ തിരക്കുണ്ടാവും. റനോര അതാണ് ടേസ്റ്റ്. സൈഡ് സൈഡ് നോക്ക് നാണിച്ച് പോണ്. അതിന്റെ കല്യാണത്തിന് എന്തായിരിക്കും അവസ്ഥ? നാണൊന്നും ഉണ്ടാവും പാടില്ല. ഞാനൊരു നമ്മളെ പുതിയ മല്ലിയിലെ ഒരു മിക്സ് ഉണ്ടാക്കി വെച്ചില്ല, അതും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ചിക്കൻ സ്റ്റോക്ക് അല്ല മട്ടൺ സ്റ്റോക്ക് ഉണ്ടായിരുന്നു, അതും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോ ഇത് നമ്മള് നമ്മുടെ മുട്ടന്റെ കൂടെ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യാം. അതെപ്പോഴും കഴിക്കും. എങ്ങനെയാണ് ഇട്ട് കൊടുക്ക? ശരിക്കും കൊടുക്കട്ടെ? കൊടുക്കുമ്പോ അണ്ണാക്കില് പോവൂലേ? ഷീറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോ നമ്മള് മുട്ട കട്ട് ചെയ്യാം. മസാല വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് മസാലിന്റെ ആവശ്യമുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരു മുട്ട വെച്ചെടുത്ത് രണ്ടിനെയും പിടിച്ച് ജോയിന്റ് ആക്കി. ഇത്രയുള്ള പണി നമ്മൾക്ക്. ഇനി നമുക്കിത് അങ്ങനെ നീക്കി അടുത്ത് വെക്കുന്നുണ്ട്. അപ്പോ നമ്മുടെ പഫ്സിന്റെ സംഭവങ്ങൾ
ചൂട് കാരണം ഇവിടെ നിന്ന് വെന്ത് പോയി. എന്തത് കാലിന്റെ അടിയിൽ കിടന്നിട്ട്? ആ തരപ്പ് എടുക്കണ്ട, ആയിട്ട് തരാം കേട്ടോ. ആയിട്ട് തരടി സ്വത്ത് പണിയേ. നമുക്ക് എത്ര സമയമായിട്ടും നമ്മൾ വെച്ചിട്ടപ്പോഴേക്കും സംഭവം ചൂടായി. കൂടണ്ട മതി. കൂടി കളറാവും. അപ്പൊ ഓക്കെ, ഇനിയിപ്പോ നമുക്കൊന്ന് ഓവനില് 180 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പൊ നമ്മളിത് അഗാറോന്റെ റീഗൽ പ്ലസ് എയർ ഫ്രയറിലാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. നമുക്കിതിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഏത് വെച്ചു കൊടുക്കാം. അപ്പൊ ഓൺ ആക്കി കഴിഞ്ഞു. ഇനിയിപ്പോ പിസയിൽ വെക്കാം. ഞാൻ അന്ന് അങ്ങനെ ഇതാണ് കറക്റ്റ്. പിസയിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിന്റെ ടെമ്പറേച്ചർ വന്നിട്ട് 180 മാറ്റിയിട്ടുണ്ട്. ടൈം വന്ന് ഒരു 20 മിനിറ്റിലേക്ക് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റ്. അപ്പോൾ അതേ നമ്മുടെ പഫ്സ് ഒക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ. അപ്പോഴേക്കും ഞാൻ എൻ്റെ ഇച്ചു ബേബിക്ക് മുട്ട വെച്ച് കൊത്തല്ലോ അല്ലേ? തിന്ന, എങ്ങനെ തിന്ന നമ്മുടെ അയച്ചുകുട്ടൻ ഇവിടെ നല്ല ഉറക്കത്തിലാണ്. മൊബൈൽ കയ്യിൽ നിന്ന് വാങ്ങിയ ദേഷ്യത്തിൽ അങ്ങനെ ഉറങ്ങിയതാ. ഇച്ചു ബേബി മമ്മത്തിന്നെ ഇതാട്ടോ നമ്മുടെ ചെടിയിൽ നിന്നുണ്ടായ മുരങ്ങകളൊക്കെ ഓരോരുത്തർ കൊടുത്തിട്ട് ബാക്കി ബാലൻസ് വെച്ചിരിക്കാം. തൊട്ടോ എങ്ങനെയുണ്ട്? സൂപ്പറാണോ? സൂപ്പർ. ഇത് നമ്മൾ ഷൂട്ട് ചെയ്തത് ഒരു ഞായറാഴ്ച ദിവസമാണ് കേട്ടോ. ഇപ്പോൾ ശനി ഞായറും അമ്മൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ നോമ്പ് തുറക്കാനായിട്ട് പോകുന്നത്. കാരണം അന്നത്തെ ദിവസം എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പോൾ വോയിസ് ഓവർ എടുക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. കാരണം ഇവിടെ ഹെൽപ്പിന് വരുന്ന താത്ത സക്കാത്തിന് പോവാണെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ ഹെൽപ്പിന് ആരും ഉണ്ടാവില്ല. പിന്നെ അമ്മാൻ്റെ അവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ 2 മാസം കഴിഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിലാണ്. അപ്പോൾ അറിയാമല്ലോ, ഒരു 42 വർഷത്തോളം കൂടെ ഉണ്ടായിരുന്ന ഒരാളില്ലാതാവുമ്പോഴുള്ള ആ ഒരു ശൂന്യത അത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. പിന്നെന്താണ്, ഇതൊക്കെ പാക്ക് ചെയ്തിട്ട് ഞാൻ പോവാണ് കേട്ടോ. അവിടെ പോയതിന് ശേഷമാണ് അപ്പോൾ കണ്ടത് അമ്മേൻ്റെ വേറൊരു ഫാമിലിയും കൂടെ നോമ്പ് തുറക്കാനായിട്ടുണ്ടായിരുന്നു. അമ്മ വിളിച്ചിട്ട് എനിക്ക് സർപ്രൈസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് അയ്യോ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി ഉണ്ടാക്കായിരുന്നു എന്ന് തോന്നിപ്പോയിട്ടോ അവിടെ എത്തിയ സമയത്ത്. പിന്നെ നമ്മളൊരു ഗിവ് അവേ കുഞ്ഞു ഗിഫ്റ്റൊക്കെ ഇങ്ങനെ ഗിവ് അവേ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ആൻസർ ചെയ്യിപ്പിക്കുന്ന അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ അതിൻ്റെ അടിയിൽ കമൻറ്റിൻ്റെ അടിയിലൊക്കെ പോയിട്ട് എൻ്റെ ഫേക്ക് പ്രൊഫൈലൊക്കെ വെച്ചുകൊണ്ട് ടെലഗ്രാമിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാർ ഫേക്കായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് അവരുടെ അടുത്ത് പോയിട്ട് ഗിവ് അവേ അയച്ചു തരാം 3500 രൂപ നിങ്ങൾ ഷിപ്പിംഗ് ചാർജ് അയക്കണം എന്ന് പറഞ്ഞിട്ട് പൈസയൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആരും പോയി കുടുങ്ങരുത്. നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ സ്ക്രീൻഷോട്ടൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരിക്കലും അങ്ങനെ നിങ്ങളുടെ അടുത്ത് വന്ന് പറയൂല കേട്ടോ. അതുകൊണ്ട് അത് സൂക്ഷിക്കുക കേട്ടോ. എൻ്റെ ഫോട്ടോ വെച്ചിട്ട് വരുന്ന ഒരു ഐഡിയയും വിശ്വസിക്കരുത്. ഞാനല്ല, എൻ്റെ ഐഡിയ എന്ന് പറയുമ്പോൾ സിലു ടോക്സ് സെൽഹ എന്നിട്ട് ടിക്ക് ഉണ്ടാവും. ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്ന ആ ഒരു ഐഡിയ മാത്രമാണ്. ഇതുപോലെ ഒരുപാട് തട്ടിപ്പുകളുണ്ട്. ആരും പോയിട്ട് പൈസ ഒന്നും കൊടുക്കരുത്. ഞാൻ ഒരിക്കലും നിങ്ങളുടെ കയ്യിൽ പൈസ ചോദിക്കില്ല. പിന്നെ നമ്മുടെ ഗിവ് അവേ എന്ന് പറയുമ്പോൾ ഞാനത് സെലക്ട് ചെയ്തിട്ട് ഒരു കുറച്ച് ആൾക്കാരാകുമ്പോൾ സെലക്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ എനിക്ക് ആദ്യത്തെ പോലെ അങ്ങനെ വീഡിയോസൊന്നും ഇടാൻ പറ്റുന്നില്ല. പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണാനും താല്പര്യം ഉണ്ടെങ്കിലും പറയണം, ഇല്ലാന്നുണ്ടെങ്കിലും പറയണം കേട്ടോ. പിന്നെന്താണ്, അപ്പം ഇന്നത്തെ ഒരു എനിക്കിപ്പോൾ പേടിയാണ്. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ആരെങ്കിലും ഞാനാണെന്ന് പറഞ്ഞിട്ട് വേറെ അവർക്ക് വല്ലതും പോയി പൈസ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് പേടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു മടി, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് പറയണം കേട്ടോ. ഒരു ഇമോജി ഇട്ടിട്ടെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക ഇഷ്ടമായാലും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവർ ഇൻഷാല്ലാ ബൈ ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.